നമസ്തേ, കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ ഇതൊരു ശ്രീകൃഷ്ണ കഥ തന്നെയാണ് കേട്ടോ. ശ്രീകൃഷ്ണ മഹർഷിയും ദുർവാസാവും മറ്റൊരു മഹർഷി. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് നാരദ മഹർഷിയെ പറ്റിയാണല്ലോ. ഇത് ദുർവാസാവ് മഹർഷി. ഇദ്ദേഹത്തെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ടാവും. ക്ഷിപ്രകോപിയല്ലേ, പരമശിവൻ്റെ അംശാവതാരമാണ്. പിന്നെ കോപമില്ലാണ്ടിരിക്കും. മഹാദേവന് കോപം എപ്പം വന്നു എന്ന് നോക്കിയാൽ മതി. പ്രസാദിക്കലും അതുപോലെ തന്നെയാണ്, വളരെ പെട്ടെന്നാണ്. അപ്പം ദുർവാസാവ് മഹർഷിയും കൃഷ്ണനും തമ്മിലുള്ള ഒരു സാമ്യം, ഒരു ബന്ധം, അവർ തമ്മിലുള്ള ഒരു ചേർച്ച, ഇതൊക്കെയാണ് ഞാൻ ഈ കഥയിൽ ഇന്ന് പരാമർശിക്കുന്നത്. നമുക്ക് വൃന്ദാവനത്തിലേക്ക് പോകാം. വൃന്ദാവനം യമുന നദിയുടെ തീരത്താണല്ലോ, കാളിന്തിയുടെ തീരത്തെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ്. അപ്പം അതിൻ്റെ ആ ഒഴുകിൻ്റെ ഭംഗിയും കണ്ട് അവിടെയുള്ള പുൽത്തകടിയിലൊക്കെ ഇരുന്ന് അങ്ങനെ സന്ധ്യയാകുമ്പോൾ ഗോപികമാരൊത്ത് കൃഷ്ണൻ ഇങ്ങനെ വർത്താനം പറഞ്ഞ് കാറ്റും കൊണ്ട് കളിച്ചിരിയൊക്കെ ആയിട്ട് നടക്കാറുണ്ട്. സാധാരണ എല്ലാവരും അവരെ ഒത്തുകൂടാറുണ്ട്. ഗോപികമാരൊക്കെ അവിടെ വരും, കൃഷ്ണനും കൊടക്കൊള്ളും കൊണ്ട് അവിടെ ചെല്ലും. അങ്ങനെ പതിവ്. അവർ ചെന്നിരുന്നത് ഒരു ദിവസം ഗോപികമാരൊക്കെ ചെന്ന് കാത്തിരുന്നിട്ടേ നേരെ അങ്ങോട്ട് കുറേ ചെന്നിരിക്കണേ. കൃഷ്ണനെ കാണാനില്ല, കൃഷ്ണൻ വന്നിട്ടില്ല. ഇന്നത്തെ പോലെ ഫോണും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറയാം. ഓടക്കുഴലിൻ്റെ നാദം കേൾക്കാനില്ല. കൃഷ്ണൻ്റെ വരവറിയിച്ചുകൊണ്ട് കൃഷ്ണനെ മുമ്പേ ഓടക്കുഴൽ നാദാണ് കേൾക്കാറ്. വേണുഗാനം ഇല്ലാത്ത സമയമില്ലല്ലോ. വൃന്ദാവനത്തിൽ എപ്പോഴും വേണുഗാനാണ്. യമുനാ നദിയുടെ തീരത്തേക്ക് കൃഷ്ണൻ വരുമ്പോൾ തന്നെ ഓടക്കുഴൽ എപ്പോഴും ഇങ്ങനെ ഇടുക്കി വെച്ചിട്ടുണ്ടല്ലോ. ഒന്നുകിൽ അത് ചുണ്ടത്തുണ്ടാവും, അതല്ലെങ്കിൽ ഇങ്ങനെ തിരികെ വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കയ്യിൽ പിടിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ഈ ഇപ്പോഴത്തെ കുട്ടികൾ ടെലിഫോണൊക്കെ പിടിക്കണമല്ലേ. കൃഷ്ണൻ പണ്ട് ഓടക്കുഴലും കൊണ്ട് കണ്ടിട്ടുണ്ട്. ഈ ഓടക്കുഴൽ മുരളി ഊതിക്കൊണ്ട് അങ്ങനെ കൃഷ്ണൻ്റെ വരവും കാത്തിരിക്കുക. ശബ്ദമൊന്നും കേൾക്കാനില്ല, കൃഷ്ണനെ കാണാനില്ല. ഗോപികമാർ തമ്മി പറയാൻ തുടങ്ങി, കൃഷ്ണൻ നമ്മളെ പറ്റിക്കാനുള്ള ഭാവം എന്നാണ് തോന്നണേ. പണ്ടേ പകല വന്ന് വല്ല കളി തമാശയൊക്കെ പറഞ്ഞിരുന്നു, ഇപ്പം തിരിച്ചു പോകാൻ നോക്കണ നേരമായി, എന്നിട്ടും ആളെ കാണാനില്ല. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് ഒരു ഗോപിക പറഞ്ഞു, നീ തമ്മിലിരിക്കേ, ശ്രദ്ധിക്ക്, വേണുഗാനല്ലേ ഇത്? ആ നോക്കട്ടെ, ശരിയാ വേണുഗാനം കേൾക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും വേണുഗാനം വളരെ വേഗത്തിൽ അടുത്തടുത്ത് വരണം. അപ്പം കൃഷ്ണൻ ഓടി വരികയാണ് കേട്ടോ. കാണാൻ നമ്മളെ മറന്നിട്ടൊന്നുമില്ല. ഓടി വരണം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും കൃഷ്ണൻ ഓടി വന്നു. കൃഷ്ണൻ വന്ന വഴിക്ക് വേഗം ഒരു പാറയമേ അങ്ങോട്ട് ഇരുന്നു. ഗോപികമാരൊക്കെ ചുറ്റും കൂടി, എന്താ കൃഷ്ണൻ വൈകിയേ? ഞങ്ങൾ വിചാരിച്ചൊന്ന് കൃഷ്ണൻ ഒന്നും വരികയുണ്ടാവില്ല എന്നാണ്. അതോ പറയാതെ എൻ്റെ ഗുരു വന്നിട്ടുണ്ട്, ഞാൻ അദ്ദേഹത്തിനെ കണ്ടു വന്നിക്കാൻ പോയതാന്ന് പറഞ്ഞു. അപ്പം എല്ലാവരും, അയ്യോ, കൃഷ്ണനോട് ഗുരു, എല്ലാ കാര്യങ്ങളും അറിയണ ഈ ഭൂലോകനാഥനായ കൃഷ്ണൻ ഇനി വേറൊരു ഗുരുവോ ധാരണവോ? എന്താണ്? അതെ, എനിക്കുണ്ട് ഗുരു. എൻ്റെ ഗുരു വന്നിട്ടുണ്ട്, യമുന നദിയുടെ തീരത്ത് വന്നിട്ടുണ്ട്, ഞാൻ അദ്ദേഹത്തെ കാണാൻ വന്നിക്കാൻ പോയതാണ്. അതെ. അപ്പോൾ ഗോപികമാരോട്, ഞങ്ങൾക്കും കാണാൻ പറ്റുമോ അദ്ദേഹത്തെ? കൃഷ്ണൻ്റെ ഗുരുവല്ലേ, ഞങ്ങൾക്കും അദ്ദേഹത്തെ കണ്ടോന്ന് വന്നിച്ചാൽ കൊള്ളാം. അതിനെന്താ, നിങ്ങൾ പൊക്കോളൂ. അപ്പം എന്താ കൊണ്ടുപോകണേ? അദ്ദേഹത്തിന് വൃത്തി അങ്ങോട്ട് ചെന്ന് ഗുരുവിനെ കാണാൻ പറ്റുമോ? കുറച്ച് ഭക്ഷ്യവസ്തുക്കൾ, എന്തെങ്കിലും പഴവർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴേക്കും ശരി, വേഗം അവിടെയൊക്കെ പരിസരത്തിൽ ഓരോരുത്തരും ഇവർ പഴങ്ങളൊക്കെ ശേഖരിച്ചു. ഒരാൾ കുറച്ച് മുന്തിരിങ്ങ എടുത്തു, കുറച്ച് ഓറഞ്ച് എടുത്തു, കുറച്ച് ആപ്പിൾ എടുത്തു, പേരക്ക എടുത്തു, മാമ്പഴം എടുത്തു, അങ്ങനെ തക്കാളിപ്പഴം എടുത്തു. അങ്ങനെ പല പഴങ്ങൾ പലതും എടുത്തും കൊണ്ട് എല്ലാവരും ഓരോ തട്ടവും പിടിച്ച് യമുനാ നദിയുടെ തീരത്ത്, ഗുരുവിൻ്റെ യമുനാ നദിയുടെ തീരത്തുണ്ടെന്ന് പറഞ്ഞു ഇവരിങ്ങനെ നേരെ നടന്നു ചെന്ന് കഴിഞ്ഞ് ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോൾ വെളിച്ചവും ആഹ്ലാദവും ആൾക്കാരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ, ശ്രീകൃഷ്ണൻ്റെ ഗുരു ഇരിക്കണത് യമുനാ നദിയുടെ അക്കരയാണ്. ഇക്കരെ നിൽക്കണം, നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് വന്നിച്ചാൽ പറ്റുമോ? നമുക്ക് അക്കരെ പോണ്ടേ? അപ്പം കൃഷ്ണനോട് ചോദിച്ചു, ഇനി എന്താ ചെയ്യുക കൃഷ്ണൻ, ഞങ്ങളൊക്കെ എങ്ങനെയാണ് അക്കരെ കിടക്കണേ? കാളിന്തിയാണെങ്കിൽ കര കവിഞ്ഞൊഴുകുകയാണ്, ഇതിലിറങ്ങി നടക്കാനൊക്കെ പറ്റുമോ? വെള്ളമല്ലേ, ഇപ്പോൾ തോണി ഒന്നിട്ട് കാണാനുമില്ല. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുന്നുള്ളൂ, നിങ്ങൾക്ക് അക്കരെ പോവല്ലേ വേണ്ടു, നിങ്ങൾക്ക് ഈ യമുന വിചാരിച്ച വഴി നിങ്ങൾക്ക് തെളിഞ്ഞു തരും. സത്യമാണ് പറയുന്നതെങ്കിൽ തെളിഞ്ഞു തരും. നിങ്ങളൊരു കാര്യം പറയാമോ യമുന നദിയോട്? ഞങ്ങൾ പറയാം, എന്തോടെ പറയാമോ? എന്നൊരു കാര്യം ചെയ്യും. എന്താ അത്? ഞാൻ, അതായത് നിങ്ങളുടെ കണ്ണൻ ശ്രീകൃഷ്ണൻ ബ്രഹ്മചാരിയാണെന്നുള്ള കാര്യം സത്യമാണ് എന്നൊന്ന് പറയാമോ യമുനോട്?
എല്ലാവരും അങ്ങോട്ടാ അന്തം വിട്ട് പൊട്ടിച്ചിരിച്ചു. ഓ, ഒരു ബ്രഹ്മചാരി! എന്താ ബ്രഹ്മചാരി? വിവാഹമേ കഴിക്കാത്ത ആള്. കൃഷ്ണൻ വിവാഹം കഴിച്ചിട്ടെങ്ങാനും ഉണ്ടോ? 8 പേരെ യഥാവിധി വേളി കഴിച്ചിട്ടുണ്ട് ഭാര്യമാരായിട്ട്. രാധ സ്ഥിരം കാമുകിയാണ്, ഭാര്യയെപ്പോലെ തന്നെയാണ്. ഇതൊന്നും കൂടാതെ കണ്ട 16,008 കന്യകമാർ ഒക്കെ കൃഷ്ണനെ ഭർത്താവായി സ്വീകരിച്ചേക്കുക. 16,008 ഭാര്യമാരും രാധ എന്നൊരു കാമുകി കൂട്ടുകാരി തോഴിയും ഒക്കെ ഉള്ള ആളാണ് ഈ കൃഷ്ണൻ. എന്നിട്ട് പറയണേ, ഞാൻ ബ്രഹ്മചാരി എന്ന് യമുനോട് പറയാൻ. അപ്പം നിങ്ങൾക്ക് വഴി തെളിഞ്ഞു വരുന്നു. അപ്പം ഗോപികമാർ ചിരിച്ചത് അതുകൊണ്ടാണ്. ഇത്ര നോട്ട് കല്ല് വെച്ച നോണാന്ന് പറഞ്ഞാൽ ഇതാണ് ഈ കല്ല് വെച്ച നോണ. ഞങ്ങളിത് പറയണം, പറഞ്ഞു നോക്കൂ എന്നാണ്. അപ്പോൾ ഒരു ഗോപിക പറഞ്ഞു, കൃഷ്ണൻ പറഞ്ഞതല്ലേടി, നമുക്ക് പോയി പറയാം, യമുനയോട് പറയാം എന്ന് പറഞ്ഞു. ഇവരെല്ലാവരും തട്ടം പിടിച്ചിട്ട് മഹാഗുരുവിനെ കാണാനുള്ളൊരു മോഹം കൊണ്ട് അവിടെ ചെന്നിട്ട് പറഞ്ഞു, യമുനാദേവി, പുഴകൾക്കൊക്കെ ഒരു സ്ത്രീഭാവമുണ്ട്. ഗംഗ ഒരു സ്ത്രീഭാവമുണ്ട്, സരസ്വതി, നർമ്മദ, അതുപോലെ കാവേരി, യമുനയ്ക്കും ഉണ്ടൊരു സ്ത്രീഭാവം. ആ സ്ത്രീഭാവത്തിലാണ് യമുനാദേവി. ഞങ്ങളുടെ ഈ കൃഷ്ണനുണ്ടല്ലോ, ഈ കൃഷ്ണൻ ശുദ്ധ ബ്രഹ്മചാരിയാണ്. അത് സത്യമാണെന്നുണ്ടെങ്കിൽ ദേവി ഞങ്ങൾക്ക് അക്കരെ പോകാനുള്ള വഴി ഒന്ന് തെളിച്ചു തരൂ എന്നൊരു ഗോപിക പറഞ്ഞു. അതെ അതെ അതെ, ഞങ്ങളുടെ കൃഷ്ണൻ ബ്രഹ്മചാരിയാണ്, ഞങ്ങൾക്ക് വഴി തെളിച്ചു തരൂ എന്ന്. അപ്പോഴേ എന്തുണ്ടായി, ഒരു അത്ഭുതം സംഭവിച്ചു. പെട്ടെന്നൊരു ഇടിമിന്നൽ പോലെ, ആ ഒരു ഇടിമിന്നല വന്നോട് കൂടിയിട്ട് ഈ വെള്ളം ഇങ്ങനെ അങ്ങോട്ട് മാറി 2 വഴിക്ക്, ഒരു പാലം പോലെ നടുവിലൂടെ, 2 വശത്തും ജലം കൊണ്ടുള്ള ഭിത്തി, നടുവിൽ കൂടെ അങ്ങനെ നടന്നു പോകാനുള്ള വഴി. അത്ഭുതപ്പെട്ടു. കൃഷ്ണൻ ബ്രഹ്മചാരിയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഗോപികമാരെ കിട്ടിയ അവസരത്തിൽ ഇറങ്ങി ഓടിയ വഴിയെ അക്കരെ ചെന്ന് കയറി. അക്കരെ ചെന്ന് കയറി കഴിഞ്ഞപ്പോഴല്ലേ കയ്യിലുള്ള തട്ടൊക്കെ ഗുരുവിൻ്റെ മുൻപിൽ കൊണ്ടുവച്ച് അദ്ദേഹത്തെ വന്ദിക്കാനായിട്ട് പഴങ്ങളൊക്കെ തിരുമുമ്പിൽ കൊണ്ടുവന്ന് വച്ച് അദ്ദേഹത്തെ തൊഴുവാനായിട്ട് ചെല്ലുന്ന ഓരോരുത്തർ ചെന്ന് നോക്കി. ഗുരുവിനെ നോക്കിയപ്പോൾ ഗുരുവിനെ കണ്ടിട്ട് പറഞ്ഞ് ഞെട്ടിപ്പോയി. കൃഷ്ണൻ ബ്രഹ്മചാരിയാണെന്ന് കേട്ടപ്പോൾ ഞെട്ടിയല്ല അപ്പുറമായിട്ട് അതിലും വലിയ ഞെട്ടല ആ ഗുരുവിനെ കണ്ടപ്പോൾ ഉണ്ടായ ഞെട്ടൽ. അയ്യോ, ഇദ്ദേഹമാണോ കൃഷ്ണൻ്റെ ഗുരു എന്ന് കരുതി അവർ അതിശയിച്ചു പോയി, വിസ്മയിച്ചു പോയി. എന്തായാലും ഈ തട്ടങ്ങളൊക്കെ കൊണ്ടുപോയ പഴങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ചു. ഭവ്യതയോടെ അദ്ദേഹത്തെ പ്രദക്ഷിണം വച്ചു, തൊഴുതു, നമസ്കരിച്ചു, മാറി നിന്നു. ഒരു പ്രദക്ഷിണം വെച്ചിങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹം ഈ പഴങ്ങളൊക്കെ എടുത്ത് തിന്നാൻ തുടങ്ങി. ആപ്പിളെടുത്ത് കടിച്ച് പറിച്ച് തിന്നു, മുന്തിരിങ്ങ വാരി വായിലിട്ട്, ഓറഞ്ച് തിന്നു, മീനിട്ട് വച്ച് പഴങ്ങൾ കൊണ്ട് ചെന്ന പാത്രമൊക്കെ കാലി. വീണ്ടും ഗുരുവിൻ്റെ ഇദ്ദേഹം വല്ലാണ്ട് വിശന്നിരിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു. എത്ര പെട്ടെന്ന് ഈ പഴങ്ങളൊക്കെ തിന്നു. മുഖത്തേക്ക് നോക്കി. നമുക്ക് തോന്നിയത് ശരിയില്ല, ആരും ഒന്നും വിടണില്ല. അവർ ഗുരു എന്ന് വിചാരിച്ച് കരുതി വന്ന ആരുമല്ല, ഇതവർക്ക് ചിരപരിചിതനായ ഒരു മഹർഷിയാണ്. അദ്ദേഹത്തെ കണ്ട് അദ്ദേഹം കൃഷ്ണൻ്റെ ഗുരുവാണെന്നറിഞ്ഞ് അവരങ്ങോട്ട് ഞെട്ടിപ്പോയി. ആരായിരുന്നു ആ ഗുരു? ഇത് ശ്രീകൃഷ്ണനും ദുർവാസാവും എന്നല്ലേ ഈ കഥയുടെ പേര്. അതിൻ്റെ 1-ാം ഭാഗമാണ്. ആ ഗുരു ദുർവാസാവായിരുന്നു. ദുർവാസാവ് മഹർഷി, ക്ഷിപ്രപ്രസാദിയായ ക്ഷിപ്രകോപിയായ മഹാദേവൻ്റെ അംശാവതാരമായ ദുർവാസാവ് മഹർഷി. അത്രി മഹർഷിയുടെയും അന്നസൂയാദേവിയുടെയും പുത്രനായി ജനിച്ച ദുർവാസാവ് മഹർഷി. പുരാണങ്ങളിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഏത് പുരാണത്തിലും ദുർവാസാവില്ലാത്തൊരു പുരാണവുമില്ല. അങ്ങനെയുള്ള ദുർവാസാവ് മഹർഷിയായിരുന്നു കൃഷ്ണൻ്റെ ഗുരുവായിട്ടുള്ള ആൾ. കണ്ട ഗുരുവിനെ തൊഴുത് നിന്നു. അത് കഴിഞ്ഞ് നമുക്കിനി ഇങ്ങോട്ട് പോരണ്ടേ?
എന്ന് കരുതി അവരെല്ലാം തിരിച്ച് ഇങ്ങോട്ട് പോരാൻ വന്നപ്പോൾ ഇങ്ങോട്ട് വന്ന വഴിയൊന്നും കാണാനില്ല അവിടെ. ആ വഴിയൊക്കെ അയ്യോ ഇനിയിപ്പോൾ എങ്ങനെയാണ് പോണേ? കൃഷ്ണനെ വിളിച്ചിട്ട് കാര്യമുണ്ടോ? കൃഷ്ണനക്കരയല്ലേ എങ്ങനെ? അപ്പോഴത്തേക്കും നമുക്ക് ഗുരുവിനോട് തന്നെ ചോദിക്കാം എന്ന് പറഞ്ഞ് അവർ ഗുരുവിൻ്റെ അടുത്തേക്ക് തിരിച്ചു ചെന്നു. ഗുരു അവർക്കൊരു മാർഗം പറഞ്ഞു കൊടുത്തു. അത് ഈ കഥയുടെ 2ാം ഭാഗമായിട്ട് ഞാൻ നാളെ പറയാം. ഓക്കെ. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. ദുർവാസാവിൻ്റെ കഥ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ. നന്ദി.